രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണത്തിൽ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ശരിക്കും കോൺഗ്രസ്. അതെ, രാഹുലിനെതിരെ തനിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറയുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരോടും പെൺമക്കളോടും രാഹുൽ മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചിട്ടുണ്ട്. അതെ, പത്മജ വേണുഗോപാൽ പ്രതികരിക്കുമ്പോൾ അതിലൊരു കഴമ്പ് കൂടിയുണ്ട്. കാരണം അവർ മുൻ കോൺഗ്രസ് നേതാവാണ്, ലീഡറുടെ മകളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി നിഴലിക്കുന്നുണ്ട് എന്നൊരു കാര്യമുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ ഹണി ഭാസ്കർ അടക്കം പറഞ്ഞിരുന്നു കോൺഗ്രസിലെ പല നേതാക്കളുടെ ഭാര്യമാർക്കും ഇത്തരത്തിൽ ദുരനുഭവം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന് ഹണിയുടെ ഒരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു. അതെ, അത് ആരും വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭീഷണിക്ക് മുന്നിൽ ചിലർ വഴങ്ങുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഗുരുതര കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെയുള്ളവർ പോലീസിൽ അറിയിക്കാത്തത് നിയമലംഘനമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി തനിക്ക് പരാതിയൊന്നും ലഭിച്ചിട്ടില്ലെന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. പരാതി വന്നാൽ പരിശോധിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഒരു കാര്യം മാത്രം ഞാൻ പറയുന്നു, എൻ്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിനെ ലഘൂകരിച്ചാണ് K സുധാകരൻ രംഗത്ത് വന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണ പരാതി ഗൗരവമായാണ് കോൺഗ്രസ് കാണുന്നതെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. പൊതുപ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സംശുദ്ധമായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാർട്ടി ഇക്കാര്യം ഗൗരവത്തിൽ ചിന്തിച്ച് നടപടി സ്വീകരിക്കും. ഞങ്ങളുടെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ വേണ്ട ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ബാക്കി വിവരങ്ങൾ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞതനുസരിച്ച് പാർട്ടി നടപടി സ്വീകരിക്കും. എന്നാൽ രാഹുൽ വിഷയം തന്റെ മുമ്പിൽ എത്തിയിട്ടില്ലെന്നും വിഷയത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ടിട്ടുണ്ടെന്നുമായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. അതേതാണെന്നുള്ളത് എൻ്റെ മുമ്പിലോട്ട് എത്തിയിട്ടില്ല. അതൊരു അച്ചടക്ക സമിതിയുടെ കയ്യിലോ അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പരിശോധനയ്ക്കോ എത്താത്തിടത്തോളം കാലം ഞാൻ ഒരു പ്രിമച്വറായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. വനിതകൾക്കെതിരായ അതിക്രമം ആര് നടത്തിയാലും കോൺഗ്രസ് സംരക്ഷിക്കില്ലെന്ന് പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ പ്രതികരിച്ചു. വനിതകളെ ആക്രമിക്കുന്നതിനും കോൺഗ്രസ് കൂട്ടുനിൽക്കുന്നില്ല. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് പത്മജ വേണുഗോപാൽ പ്രതികരിച്ചു. ശ്രീ VD സതീശനെ പോലെയുള്ള ഒരു വ്യക്തി കൂടെ നിൽക്കുന്ന ഒരാൾ തെറ്റ് അദ്ദേഹത്തിന് മനസ്സിലാവേണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത് നല്ലോണം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ എന്തുകൊണ്ടാണ് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്, അതിന് ഉത്തരം നേതൃത്വം പറഞ്ഞേ പറ്റുള്ളൂ. ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ കുടുംബത്തിലുള്ളവർക്കും ഇത്തരത്തിൽ സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ. ആണ്, അതെനിക്കറിയാം. എനിക്ക് വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. അവിടെ അല്ലറ ചില്ലറൊക്കെ അത്യാവശ്യം. ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് മന്ത്രി R ബിന്ദു പ്രതികരിച്ചു. സ്ത്രീകളോടും പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറുന്നതും അവർക്ക് അശ്ലീല മെസ്സേജുകൾ അയക്കുന്നതുമൊക്കെ വളരെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. യുവജന നേതാവിനെതിരെ യുവതികൾ നൽകിയത് ഗുരുതരമായ പരാതികളാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കാര്യത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയും നിയമസഭയിലൊക്കെ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ ഉണ്ടാവുന്ന രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രാഹുലിന് നേരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഗുരുതരമെന്ന് റിനിയാൻ ജോർജും പ്രതികരിച്ചു. പുറത്തുവന്ന ശബ്ദരേഖയും സ്ക്രീൻഷോട്ടുകളും അതീവ ഗുരുതര സ്വഭാവമുള്ളതെന്നും റിനിയാൻ ജോർജ് പറഞ്ഞു. ന്യൂസുകളിലൊക്കെ വന്ന ചില ഓഡിയോ ക്ലിപ്പൊക്കെ വരുന്നു, അതൊക്കെ ഗുരുതരമായ ആരോപണമാണല്ലോ. ദുഷിച്ചുനാറിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യം വ്യാജനെന്നും ഇപ്പോൾ കോഴിയെന്നും EN സുരേഷ് ബാബു പറഞ്ഞു. രാഷ്ട്രീയത്തിൽ വന്ന ഉടനെ എന്തെല്ലാം ആരോപണങ്ങളാ വന്ന്. വ്യാജൻ ഞങ്ങളുണ്ടാക്കിയതാണോ വ്യാജൻ? ഇപ്പൊ കോഴിനായി അല്ലേ? ഇപ്പൊ വ്യാജം പോയി കോഴിനായി. കോൺഗ്രസ് യുവനേതാവിനെതിരായ വിഷയം അതീവ ഗുരുതരമെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും പ്രതികരിച്ചു. ഗൗരവമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം ഉയർന്ന് വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് നേരെ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള സൈബർ ടീമിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.